സന്തോഷ് പണ്ഡിറ്റ് സാറിനെ ഹൃദയപൂർവ്വം സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പരിപാടികൾക്കൊക്കെ മുമ്പ് ശരിക്കും ഈ ഒരു വലിയൊരു മനുഷ്യ സ്നേഹി ശരിക്കും പറയാൻ വാക്കുകളില്ല. എല്ലാവർക്കും അറിയില്ലേ? അറിയില്ലേ? ഉറക്കെന്ന് പറഞ്ഞേ. നമ്മളെല്ലാം ടിവിയിൽ ഇഷ്ടം പോലെ കാണുന്നതാണ് അല്ലേ? സ്വന്തമായിട്ട് സിനിമ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ച് അത് വൻ ഹിറ്റാക്കിയ ശരിക്കും ലോകത്തിലെ തന്നെ അല്ലേ ഒരേ ഒരു മനുഷ്യനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു മനുഷ്യ സ്നേഹി. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ പൈസയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് അത് നമ്മുടെ ഇതുപോലുള്ള ടൗണിൽ വസിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്കല്ല, ശരിക്കും വയനാട് പോലുള്ള അല്ലെങ്കിൽ ഈ ആദിവാസി ഊരുകൾ പോലുള്ള ഉൾപ്രദേശങ്ങളിൽ ഒരു മനുഷ്യരും ചെന്നെത്താൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ നടന്നുപോയി അവിടെയൊക്കെയുള്ള ആളുകളെ കണ്ട് അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന വലിയൊരു മനുഷ്യ സ്നേഹിയാണ്. ദൈവത്തിന്റെ അവരൊപ്പം ഇന്നെത്തിയിരിക്കുന്നത്. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്നേഹക്കൂടിലെ അച്ഛനമ്മമാര് ഇത് ശരിക്കും ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഈ ഒരു ചെറിയ കൂട്ടുകുടുംബത്തിലേക്ക് വരുമോ എന്ന് നമ്മൾ ഒരുപാട് ഡൗട്ടോടുകൂടി വിളിച്ചിട്ട്, പക്ഷെ യാതൊരു ജാടകളുമില്ല. എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടോ ഈ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു ജാട കാണുന്നുണ്ടോ? നമ്മളുടെ ഒപ്പം നമുക്ക് മുന്നിൽ നമ്മളിൽ ഒരാളായി നിൽക്കുകയാണല്ലേ. അതിലെല്ലാം വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു കുട്ടിക്ക് മൊബൈൽ കൊടുക്കാനായിട്ട് ഒരുപാട് ഉൾസ്ഥലങ്ങളിൽ വണ്ടി പോലും എത്താത്ത സ്ഥലങ്ങളിൽ ചെന്ന് അത് കൊടുത്തതിന് ശേഷമാണ് ഇവിടേക്കുള്ള വണ്ടികൾ നമ്മൾ പരിപാടി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതായതുകൊണ്ട് അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിയത്. അപ്പം ഇവിടേക്ക് എത്തിയത് KSRTC ബസ്സിലാണ്. ശരിക്കും കോഴിക്കോട് നിന്ന് ഞാനൊക്കെ ഇവിടുന്ന് എറണാകുളം വരെ പോയാൽ ആവശ്യമായിരുന്നു. ശരിക്കും ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലെത്തി. പക്ഷെ കോഴിക്കോട് നിന്ന് ബസ്സില് രാത്രിയിൽ 2:30 ചേച്ചി ഞാൻ ഗീത ചേച്ചി വിക്കും അൻ്റെയൊക്കെ കൂടെ ചെന്നാണ് വിളിച്ചത്. 2:30 KSRTC ബസ്സിൽ വന്ന് ഒരു സാധാരണക്കാരനായിട്ട് വണ്ടിയിൽ വന്ന് ഇറങ്ങി അവിടുന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്കൊപ്പം നമ്മുടെ വീട്ടിൽ താമസിച്ച് അവിടുന്ന് നിങ്ങളെല്ലാം കാണാനായിട്ട് വളരെ സന്തോഷപൂർവമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് ഒരു വലിയ നന്മയല്ലേ അല്ലേ? ഇന്ന് പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഇന്നോവയിലും എത്ര വലിയ വണ്ടികൾ വേണമെങ്കിൽ സാറിന് വരാം. വരത്തില്ലേ? വരാം. ഇല്ല നമ്മളോട് പറഞ്ഞു, ഞാൻ ആദ്യം വിളിച്ചപ്പോ പറഞ്ഞിരുന്നു വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് വേണ്ട, ഞാൻ KSRTC ബസ്സിൽ വന്നോളാന്ന് പറഞ്ഞ KSRTC ബസ്സിൽ അത്രയും ദൂരം ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇന്നലത്തെ രാത്രി ഫുള്ള് ബസ്സിലിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നപ്പോ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പുതുതായിട്ട് നമുക്കാണെങ്കിലും മാറി എന്ന് കിടക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ? പെട്ടെന്ന് ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 7:30-ക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ റെഡി ആയിരിക്കുവാണെന്ന്. ശകല സമയം ഉറങ്ങിക്കോളാൻ പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വിട്ടയാളാണ്. പക്ഷെ 7:30 ആയപ്പോഴേ റെഡിയായി ഇരിക്കുകയാണ് നിങ്ങളെല്ലാം കാണാൻ. നമുക്ക് ഒരു ഇന്ററാക്ഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു അതാണ് സാറ് എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. 12 മണിക്ക് വന്ന് ഞാനിവിടെ വന്ന് ദീപം തെളിച്ചൊരു ഹായ് ബായ് പറഞ്ഞിട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 1 മണിക്കൂർ മുൻപേ എനിക്ക് സമയം തരും. 11 മണി മുതൽ 1 മണിക്കൂർ മുമ്പേ എനിക്ക് സമയം തരും. ഞാൻ അവരുമായിട്ട് അവരുടെ ഇടയിൽ അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലെ? എല്ലാവരും സമയത്ത് വന്ന് തിരിച്ചടിച്ചിട്ട് പോകാൻ തിരുക്കം കൂട്ടുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തില് 1 മണിക്കൂർ കൂടുതൽ സമയം തരും. ഞാൻ അച്ഛനമ്മമാരും എല്ലാം ആയിട്ടൊന്ന് അവരുമായിട്ടൊന്ന് സംവാദം നടത്തട്ടെ, അല്ലെ അവരുമായിട്ട് ആശയവിനിമയം നടത്തട്ടെ എന്ന് പറയാനുള്ള ഒരു വലിയ മനസ്സുകൂടെ കാണിച്ചു. അപ്പൊ നമുക്കിനി നേരിട്ട് മൈക്ക് കൊടുത്ത് നമുക്ക് ഒരു ഇന്ററാക്ഷൻ ഒക്കെ ശേഷം നമുക്ക് ഗസ്റ്റും കൂടെ എത്തിയ ശേഷം നമ്മളെ ചടങ്ങിലേക്ക് കിടക്കാം. നമസ്കാരം. എല്ലാവരെയും കാണാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട്. സ്നേഹത്തോട് അഭയമന്ദിരം ഏത് ഇത്രയും വർഷങ്ങളായി വളരെ ഭംഗിയായി തന്നെ കൊണ്ടുനടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു ചെറിയ സംരംഭമായിരുന്നു, വലിയ സംരംഭമായിരുന്നു. ചെറിയ സംരംഭം തന്നെ അന്ന് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള കാര്യം. ഈ അമ്പല കമ്മിറ്റി പള്ളി കമ്മിറ്റിയിൽ ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ ക്ലബിന്റെ പ്രോഗ്രാമാണ്. ഞാനിങ്ങനെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ അവര് വളർന്നു വരുമ്പോൾ എന്നോടൊക്കെ ആളുകൾ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. കമ്മിറ്റിക്കാർ ശരിയല്ല, അവരെ കുറ്റവും കുറവുള്ളതാണ്. അപ്പൊ ഞാൻ ഉടനെ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടില് ഒരു 4 പേര്
ഭക്ഷണത്തിന് വരുന്നു വിചാരിക്കാം. അവര് പറയാതെയാണ് വരുന്നതെങ്കിൽ വീട്ടിലുള്ള കഴിച്ചു വെച്ചോന്ന് പറയാം. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ ഇവരിങ്ങനെ പെട്ടെന്ന് വരും, അത് ഓക്കെയാണ്. അതേസമയം നമ്മുടെ വീട്ടിൽ 4 പേര് ഞാൻ അടുത്ത തിങ്കളാഴ്ച വരുന്നു എന്ന് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞു, ഈ 4 പേർക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണം? കാരണം പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഈ 4 പേര് വെജ് ആണോ നോൺ വെജ് ആണോ എന്നൊക്കെ ചോദിക്കണം. ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഓരോ വീട്ടിലും എത്ര കഷ്ടപ്പെടുന്നവരെ ആവശ്യം മനസ്സിലാവും. അപ്പൊ നമ്മൾ പുറമേ നോക്കുകയാണെങ്കിൽ ഒരു 4 ആള് വരുന്നതിനാണോ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആ വ്യക്തികൾ പറഞ്ഞാണ് വന്നത് എന്നതുകൊണ്ട് അവിടെ ചിലപ്പോൾ നോൺ വെജിന് വേണ്ടി വരും, നോൺ വെജിന് വേണ്ടി മാറ്റം. അത് മാത്രം പോരാ, പല കാര്യങ്ങളും. അപ്പൊ ഒരു 4 പേര് വീട്ടിൽ വരുമ്പോ തന്നെ ഇത്രയും ഇത് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുമ്പോൾ ആ കോർഡിനേഷനൊന്നും ഒരു വിലയും പലരും കൊടുക്കാറില്ല. ഞാൻ പറയുന്നത് ഈ ക്ലബിന്റെ പരിപാടികളൊക്കെ പലപ്പോഴും ആയിരക്കണക്കിന് ആളുകളെ ഈ പർട്ടിക്കുലർ ഡേ, അതെ ചിലപ്പോൾ അതിഥികളാണെങ്കിലും നമ്മൾ ഇങ്ങനെ പറയുന്ന അത്ര എളുപ്പമല്ല. ചിലർ വിചാരിക്കും അതിനെ വിളിച്ചു അതിഥി വന്നു, ഇങ്ങനെയൊന്നല്ല. ഇവരിപ്പോ തന്നെ അവര് എന്റെ ഉറക്കം ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ ഉറക്കം പോയി. അപ്പോ ഇറ്റ് ഡിപ്പെൻസ്. ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ആവുമ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു ഐജി മാത്രം അതുകൊണ്ട് കാര്യമില്ലോ. ഇപ്പൊ സൗണ്ട് ആയാലും ലൈറ്റ് ആയാലും ചിലപ്പോൾ ഉച്ച ഭക്ഷണമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ പറയുന്നത് അമ്പലമൊക്കെ ആണെങ്കിലും അപ്പൊ ഭക്ഷണത്തിനാണെങ്കിലും അത്രയും കഷ്ടപ്പെട്ടിട്ട് വേണം ഇത്രയും പേരുടെ ഭക്ഷണം ഒരുക്കാൻ. അല്ലെങ്കിൽ അതിനിടെ ചായ അത് ഇത് അതിനുള്ള ഇതെല്ലാം നമ്മള് ഇത്രയും ചെയ്തിട്ടാണ് ഇപ്പൊ ഓരോരുത്തരും പറയാം അവര് ഭക്ഷണത്തിനോടൊപ്പം പപ്പടം ഉണ്ടാക്കിയിരുന്നെങ്കിലും ഞങ്ങൾക്ക് തന്നില്ല. ഒരു കമ്മിറ്റിയിൽ പോയിട്ട് എന്നോട് അതിഥിയായി വന്ന എന്നോട് അവിടുത്തെ ആളുകൾ കംപ്ലൈന്റ് ചെയ്താണ്, സന്തോഷ് സാറേ ഇവർക്കൊരു തലയും പറയും കേട്ടോ, കണ്ടോ ആ പപ്പടം ഞങ്ങൾക്ക് ചോറൊക്കെ തന്നു. ഇത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ചോറ് കൊടുത്തോ ഒന്നല്ല കഥ. പപ്പടം അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് തന്നില്ല, എന്തോ വലിയൊരു കുട്ടിയായിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാം ഈ ഓടി നടക്കുന്ന ഒരു മനുഷ്യനോ ഒരു സ്ത്രീക്കോ അത് പപ്പടം, അവർക്ക് ഇപ്പൊ പപ്പടം അവിടെ ബാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് പുണ്യം കിട്ടാനൊന്നും ഇല്ലല്ലോ. ആ വിളമ്പുന്നവൻ, അപ്പൊ ആ വിളമ്പുന്നവരോട് ഞാൻ ജസ്റ്റ് ചോദിച്ചാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കംപ്ലൈന്റ്. നമ്മൾ സന്തോഷ് സാറേ എനിക്കിവിടെ വിളമ്പാൻ അവര് എക്സ്ട്രാ ആളെ തന്നിട്ടില്ല, ഞാനൊരു മനുഷ്യൻ തന്നെ ഓടിയപ്പോ അവിടെ കൊടുക്കാൻ മനുഷ്യനെന്ന രീതിയിൽ വിട്ടുപോയതാണ്. ഓക്കെ, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് തന്നെ വിചാരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇത്രയും ലക്ഷങ്ങൾ പലപ്പോഴും പലരും അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടും ആ ഫംഗ്ഷൻ ഭംഗിയായിക്കോട്ടെ എന്ന് കരുതിയിട്ടും ഇങ്ങനെയാണ് ഫ്ലക്സ് വെക്കേണ്ടടുത്ത് ഫ്ലക്സ് വെച്ചിട്ടും ചിലപ്പോ പോലീസിന്റെ നിന്നുള്ള നമ്മുടെ അവരെ ഇൻഫർമേഷൻ ചെയ്യേണ്ടതും മൈക്ക് പെർമിഷനും ഇങ്ങനെ അത്രയും ഓടി നടന്ന ഈ മനുഷ്യന് ഒരു മാസം ഒരാഴ്ചയെങ്കിലും കഷ്ടപ്പെട്ട ഇത്രയും ചെയ്തു കൊണ്ടുവന്നിട്ട് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ഒറ്റ വാക്ക് പപ്പടം തന്നില്ല. ഞാൻ പറഞ്ഞു ആ കഷ്ടപ്പാടിനെ ഒന്നും നിങ്ങൾ പ്രതിഫലിച്ചിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ആ വ്യക്തിയെ വേദനിപ്പിക്കരുത്. അത് കേൾക്കുന്ന ഒരാൾക്ക് എത്ര വിഷമമുണ്ടാവും. കാരണം അയാൾ ആ പപ്പടം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവസാന ഘട്ടത്തിൽ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റാതെ പോയി. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനെ കൊണ്ട് എന്നോട് പറയാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ആ ക്രൗഡിന് വേണം. അവർക്ക് അതുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാനത് പറഞ്ഞപ്പോ അവർക്ക് ആ വിഷമം. അപ്പൊ അതേപോലെ ഏത് ഫംഗ്ഷൻ ആയാലും ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നിങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ചെറുതായിട്ട് തോന്നാം, വലുതായിട്ട് തോന്നാം. നിങ്ങൾക്ക് ചെറുതെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും വളരെ കഷ്ടപ്പെട്ടാണ് പലരും പലതും ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെയൊക്കെ സത്യം. അപ്പൊ എല്ലാവരെയും കാണാൻ സാധിച്ചത് സന്തോഷം. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോ എവിടെയായാലും നമ്മളൊരു ജസ്റ്റ് ഒരു റേഡിയോ പോലെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഒരാള് പറയുന്നു, അത് നമ്മൾ പറയുന്ന ഒരു വിഷയത്തിൽ വേറെ ആൾക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ കൂടെ വരണം, രണ്ടും വരണം. ഇപ്പൊ ഒരു വലിയൊരു ഗായകൻ ഇവിടെ വന്ന് നിങ്ങളുടെ പരിപാടിക്ക് വരികയാണെങ്കിൽ ആ വ്യക്തിയോട് ഒരു പാട്ട് പാടും എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. ആ മനുഷ്യൻ ഇത്രയും കാലം പാടിയ പാട്ടുകൾ നിങ്ങളുടെ മുന്നിലില്ലേ. ഇനിയിപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരു പാട്ട് പാടി അയാളൊരു ഗായകനാണ് തെളിയിച്ചിട്ടാണ്. ഒരു വലിയൊരു നടൻ ഇവിടെ വന്ന് അയാളോട് പറയുന്നത് നിങ്ങളെ പണ്ടത്തെ സിനിമയിൽ പറഞ്ഞ 2 ഡയലോഗ് പറയും എന്ന് പറഞ്ഞ് ആ ഡയലോഗ് പറഞ്ഞു ആ വ്യക്തിയോ കുഴപ്പമില്ലാത്ത നടനാണല്ലേ എന്ന് നിങ്ങൾ ഇനി കണ്ടുപിടിക്കണം. പുതുതായിട്ട് നിങ്ങളുടെ പരിപാടിക്ക് സച്ചിൻ ടെണ്ടുൽക്കറോ കോഹ്ലി വരുവാണെങ്കിൽ നിങ്ങളൊരു ബോൾ കൊടുത്ത് ശരി 4 അടിക്കൂ 6 അടിക്കുക അങ്ങനെ തരക്കേടില്ല എന്ന് നിങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിക്കണം. ഇതൊന്നും ഞാൻ പറയുന്നു
ഒരാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് കഴിവ് തെളിച്ചൊരിക്കലോ കഴിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അയാൾ ആ മേഖലയിൽ ശരിക്കും ആർത്തിക്ക് വിവരമുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ അയാളുടെ ക്യാരക്ടർ എന്തെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ പറയുന്നു, കാരണം അയാളുടെ ഏത് മേഖലയാണോ ആ മേഖലയിൽ മാത്രമേ നമുക്ക് അയാളെ കുറിച്ച് അറിയുള്ളൂ. അയാളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ക്യാരക്ടർ അത്, അയാളുടെ സംസ്കാരം അത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓരോരുത്തർക്ക് അച്ഛനും അമ്മയും തന്നതാണ് നമ്മുടെയൊക്കെ സംസ്കാരം. ആ വ്യക്തിയുടെ സംസ്കാരം എന്തെന്ന് അയാളുടെ ക്രിക്കറ്റ് കളി കാണുമ്പോഴോ അയാൾ അഭിനയം കാണുമ്പോഴോ അയാളുടെ പാട്ട് കാണുമ്പോഴോ ഇത് മനസ്സിലാവില്ല. അത് അയാൾ വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന്റെ അച്ഛനും അമ്മയും കൊടുത്ത സംസ്കാരം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ നിന്നല്ല എവിടെയായാലും, ഒരു ഷോപ്പിന് ഇനോഗ്രേഷൻ ആയാലും, ഒരു കോളേജിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഫംഗ്ഷൻ ആണെങ്കിലും, ഞാൻ എപ്പോഴും ഒരു ഇന്ററാക്ഷൻ വെക്കുന്നത് അതുകൊണ്ടാണ്. അമ്പല പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഒന്നുകിൽ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം അതിനെക്കുറിച്ച് ഞാൻ ഒരു 15 മിനിറ്റ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയും. പിന്നെ 5 മണിക്കൂറാണ് ഈ വിഷയത്തിൽ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഇത്രയും വലിയ ക്രൗഡിന്റെ അധികം ഒരു 3000 ആളൊക്കെ ഉണ്ടാവും അതില്. കാരണം മറ്റുള്ള മതസ്ഥരും വരും, കാരണം സന്തോഷപ്പെട്ടിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്, അങ്ങനെ വരും. അപ്പൊ അവരുടെ മുഴുവൻ സംശയവും ഞാൻ തീർത്തിട്ടാണ്. ആദ്യ സിനിമയിലെ അനുഭവങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. ഒരാളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നാഷണൽ സ്കോളർഷിപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമേയുള്ള ഒരാളുകളുടെ ഒരു പെർസെപ്ഷനിൽ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു സ്കോളർഷിപ്പോടെയൊക്കെ ഒരാൾ പഠിക്കുന്നു, പെട്ടെന്ന് ജോലി കിട്ടുന്നു. എനിക്ക് അന്ന് 3 വീടുണ്ടായിരുന്നു. 3 വീടൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഭാവിയിൽ ഇയാൾ കുറേ കൂടെ മുന്നോട്ടെത്തും. ഇത് ഒരു സൈഡ് മാത്രമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വലിയ ഹാപ്പി ഒന്നായിരുന്നില്ല. കാരണം ഞാൻ ഈ ലോകത്തെ നോക്കിക്കണ്ട ഒരു രീതി, ഞാൻ കണ്ട രീതിയാണ്. നിങ്ങളെ ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അത് എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാലല്ലേ ഉദ്ദേശത്തിൽ എത്തിയോ എന്നുള്ള അറിവുള്ളൂ. അതായത് ഞാൻ ഏതൊരു മനുഷ്യനെയും പരിചയപ്പെട്ട ഞാൻ നോക്കുന്നത് ആ വ്യക്തിയുടെ റീച്ച് എന്താണെന്ന് നോക്കുക. അയാളുടെ ജാതി മതം, അയാളെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, ഇയാൾക്ക് എത്ര മക്കളുണ്ട്, മക്കൾക്ക് എന്താ ജോലി എന്നൊന്നും ഞാൻ നോക്കില്ല. ഇയാൾ മരിച്ചാൽ ഇയാളെ ശവം കാണാൻ എത്ര ആൾ വരും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന റീച്ച്. നിങ്ങളുടെ വയസ്സ് 20 ആയിക്കോട്ടെ, നിങ്ങളുടെ വയസ്സ് 40 ആയിക്കോട്ടെ, നിങ്ങളുടെ വയസ്സ് 80 ആയിക്കോട്ടെ, നിങ്ങൾ IAS ഓഫീസർ ആയിക്കോട്ടെ, നിങ്ങൾ ആരായിക്കോട്ടെ, വാട്ടർ, നിങ്ങൾ മരിച്ചാൽ അങ്ങനെയാണ് മരിച്ചില്ലേ. ഏതോ ഒരുത്തൻ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു. ആ എക്സിന് നിങ്ങൾക്ക് ഒരു ദിവസം പരിചയം ഉണ്ടെങ്കിൽ അയ്യോ ആ മനുഷ്യൻ മരിച്ചില്ലേ. കാരണം നമുക്കൊരു ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഏതൊരാൾ മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ നമുക്കൊരു പരിചയം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മളൊരാളെ പരിചയപ്പെടുകയും അയാളെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ ഉണ്ടെങ്കിലല്ലേ അയാൾക്കൊരു ഫീൽ ചെയ്യുള്ളൂ. അയ്യോ ആ മനുഷ്യൻ മരിച്ചില്ലേ. അല്ലെങ്കിൽ അന്ന് ഞാൻ ആ ഓഫീസിൽ പോയപ്പോൾ എന്നോട് സഹായിച്ച മനുഷ്യനെ, അല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നേരെ കണ്ടിട്ടൊന്നുമില്ല, അത്രയെങ്കിലും നമുക്ക് വേണം. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാക്സിമം ഒരാൾക്ക് റീച്ച് എന്ന് പറയുന്നത് 5000 ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പ്രശസ്തർ അല്ല, നടീനടന്മാരും പുറത്തിറങ്ങിയ അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു ടിപ്പിക്കൽ മനുഷ്യന്റെ റീച്ച് എന്ന് പറയുന്നത് 5000 ആണ്. ഒരാൾ മരിച്ചാൽ ഞാൻ മരിച്ചു എന്ന വാർത്ത തോന്നുന്നു. ഈ 5, അതായത് ജനങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് ബിലോ 5000, എബോ 5000. ഞാൻ ഇവരെ ജാതിയോ മതോ രാഷ്ട്രീയോ ഒരു കാണാൻ കോലുണ്ടോ എന്നല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് എബോ 5000 ആണോ ബിലോ 5000 ആണോ. ബിലോ 5000 ആണെങ്കിൽ ഇവർ മരിച്ച സാധാരണ രീതിയിൽ ജന്മക്കോളത്തിലൊന്നും ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയൊന്നും വരാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ നോക്കുന്നത് ഇവിടെ പട്ടി, പൂച്ച, നായ, മൂരി, ഉറുമ്പ് ഇത് മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വരാറുണ്ട്. ഇവരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ഞാൻ മനസ്സിലാക്കി. ഇവരെ ഈ ഒരാളായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. ഈ സിനിമ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ ഞാൻ പറയുന്നു, ജനങ്ങൾ എന്നെ കണ്ട ഒരു സൈഡാണ് ഞാൻ എന്നോട് പറയുന്നത്. ഇയാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി, അത് വാട്ടർ, ഇയാൾക്ക് 3 വീടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സൈഡ് മാത്രം.
പിന്നെ നമുക്ക് വെള്ളടിയും പുകവലും വലിയൊരു അടിപിടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠിക്കുന്ന സമയത്തായാലും ടീച്ചേഴ്സ് ആയാലും സന്തോഷപ്പെട്ടിരുന്നൊക്കെ പറയുമ്പോൾ ഒരു തേനും പാലക്കൊടും ജനറലി ഒരു ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു നല്ല കുട്ടിയാണെന്ന് കേൾപ്പിക്കാൻ നിങ്ങൾ നല്ലതാണെന്ന് ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പഠിക്കുകയും അച്ഛറ കളിച്ചാലും ടീച്ചർ അറിയാതെ അച്ഛറ കളിച്ചാൽ മതി. മനസ്സിലായി? നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ടീച്ചർക്ക് നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തായിട്ട് ഫീൽ ചെയ്യണം. വിദഗ്ധമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് നാട്ടുകാരെ മുന്നിൽ നല്ലൊരു ഈശ്വരവിശ്വാസിയാണെന്ന് കാണിക്കാം. നിങ്ങൾ പക്ക തരികിടയായാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലും പള്ളിയിലും പോകാൻ വാ തുറന്നു കഴിഞ്ഞാൽ ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ ഇത്രയൊക്കെ മതി. ഇവിടുത്തെ ജനങ്ങൾ വെറും എഴുതുകളാണ്. അപ്പൊ അവരെ വിഡ്ഢികളാക്കാൻ വലിയ ഈസിയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ഈസി ആയിരുന്നു പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് സന്തോഷം എനിക്ക് ഭയങ്കര ഭാവമാണ്, അല്ലെങ്കിൽ അത്ര ഞാൻ വില്ലനൊന്നല്ല, അത്ര നല്ലൊരുമല്ല. ഞാൻ മനസ്സിലാക്കി ഞാൻ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒറ്റ വാക്കി ഞാൻ ഡിഫൈൻ ചെയ്യും. ഒരു 95% കറക്റ്റാണ്, 5% തരികിടയാണ്. ഞാൻ എന്നെ കുറിച്ച് അന്നും ഇന്നും മനസ്സിലാക്കിയ കാര്യമാണ്. സന്തോഷ് പണ്ഡിറ്റ് 100 കാര്യം പറയുകയാണെങ്കിൽ 95 കറക്റ്റാ പറയാറ്, 5 പക്ക കളവാണ് പറയുന്നത്. അല്ല ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർ 60 സത്യവും 40 കളവും പറയും, ചിലർ 99. ആരും 100 സത്യം പറയുന്നതൊന്നും ഈ ലോകത്ത് ആരുമില്ല. പോട്ടെ, സത്യസന്ധമാണ്. അപ്പൊ ഈ രീതിയിൽ ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരുന്ന 1-2 സംഭവം ഞാൻ പറയാം. ഒന്ന്, ഈ നമ്മള് പാട്ടൊക്കെ വരുമ്പോ നായകനും നായികയും ഡാൻസ് ചെയ്യുന്നു, അതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവർ ഇടിപെട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ നായകനും നായികയും ചുമ്മാ ചെറിയ ആക്ഷൻ ഒക്കെ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ. അതിന് നല്ല പ്രാധാന്യം കൊടുക്കുകയും ഇവരുടെ ഡാൻസ് ഇവരൊക്കെ ഫോക്കസ് ഔട്ട് ആണ്. ഇങ്ങനെ നോക്കിയറിയാം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ തമിഴ് സിനിമ ഹിന്ദിയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ടീമിനധികം നോക്കിയത്, ഞാൻ ഈ ജൂനിയേഴ്സിനെ നോക്കും. വളരെ സത്യസന്ധമായി പറയട്ടെ, നമ്മുടെ ഈ നായികനെക്കാട്ടിയും വികറിയിരിക്കും ആ ബാക്കിലുള്ള ചില പെൺകുട്ടികൾ. നല്ല അടിപൊളി നമ്മുടെ നായകനേക്കാൾ നല്ല സൗന്ദര്യവും നല്ല ബോഡിയും ഒക്കെ ഇരിക്കും അതിന്റെ ബാക്കിലുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റ് ചെക്കന്മാർക്ക്. അവരൊക്കെ എന്താ ഡാൻസ് അറിയോ? പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവനൊക്കെ ഫോക്കസ് ഔട്ടാണ്. നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെടുന്നത് വലിയ ഒരു മോഹമാണ്. എനിക്ക് മനസ്സിലായി ആ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റോളാണ് ഈ ബിലോ 5000ന്റെ അവസ്ഥ. അതായത് ഇപ്പൊ ആ ഡാൻസിൽ നിങ്ങൾ ഏത് സോങ് എടുത്തോ അതൊരിക്കലും ഒരു കുറ്റമല്ല. കാരണം സൂപ്പർ സ്റ്റാറിനോട് അത്രയും നന്നായി ഡാൻസ് ചെയ്യണമെന്നില്ല. അത്രയും നന്നായിട്ട് അവർക്ക് കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എവിടെ എത്തുന്നില്ല. ഇത് തന്നെയാണ് രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ. നമ്മളിവിടെ ഓരോ രാഷ്ട്രീയക്കാരെ പേരിൽ അടികൂടുന്നു, നമ്മൾ തല്ലിക്കുത്തുന്നു. അതേസമയം ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 140 MLA-മാർക്ക് MP-മാർക്ക് ഒരു 3-4 ലക്ഷം രൂപ കിട്ടുന്നു. ഇവിടെ സിനിമാ നടന്മാരെ പേരിൽ അടികൂടുന്നു. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഈ ടീം. ബിലോ 5000ന്റെ ടീം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അടികൂടുക, അത് മതത്തിന്റെ പേരിൽ അടികൂടുക, ഇല്ല അല്ലെങ്കിൽ ഇന്ന നടനാന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അടികൂടുന്നു. ഈ പൊട്ടന്മാർക്ക് ഇവർക്കൊരു മുമ്പ് കിട്ടുന്നില്ല, മറ്റൊരു 6 കോടിയൊക്കെ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ അല്ലേ? അതേപോലെ ഞാൻ ഈ ഓരോ പ്രാവശ്യം ട്രെയിൻ യാത്രയിൽ ഞാൻ ആലോചിക്കും, ഈ ട്രെയിൻ അങ്ങ് ബൈ ചാൻസ് മൊത്തം ഒരു അപകടത്തിൽപ്പെട്ട് 5000 ആൾ മരിച്ചു വിചാരിക്കാം. ഞാൻ എന്റെ ചിന്തയാണ് പറയുന്നത്. അപ്പൊ നാളത്തെ പത്രത്തിൽ എന്തേക്കും വരാം, ഒരു മന്ത്രി ഉണ്ട് വിചാരിച്ചു, മന്ത്രിയും 5000 പേരും മരിച്ചു. മന്ത്രിയുടെ ജീവന വിലയുണ്ട്, കാരണം അയാൾ എബോ 5000. അയാളെ നാട്ടുകാർക്ക് അറിയാം ഈ 5000 പൊട്ടന്മാര് ജീവിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, പട്ടി പൂച്ച നായ കുടുംബ ഭൂരിയാണല്ലോ. അപ്പൊ നമ്മൾ ഈ 5000-നുള്ളിലല്ലേ വരുള്ളൂ. കാരണം ഞാൻ മുൻകാലങ്ങളിൽ ഏത് ആക്സിഡന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നോക്കാറുണ്ട്. അതിലൊക്കെ വിമാനാപകടം 55 മരണം, വിമാനാപകടം MLA അടക്കം 55 മരണം, MLA ഈ നല്ലൊരു ഹോസ്പിറ്റൽ. അപ്പൊ ഞാനെനിക്ക് മറ്റേ 55 പേർക്കും ഇവരൊക്കെ ജീവിച്ചു. അപ്പൊ ഇങ്ങനെ എന്തിന് ജീവിക്കണം എന്നാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ആ ലെവലിന്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് തോന്നി. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ എന്റെ ലക്ഷ്യം ഇതായിരുന്നു, എബോ 5000 ആവണം. ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം പിന്നെ എങ്ങനെയാണ്, അതായത് ഒരു റിവേഴ്സ് ഓർഡറിൽ കാണണം. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ഒരു റിവേഴ്സ് ഓർഡറിൽ വായിച്ചാലേ നിങ്ങൾക്ക് ദഹിക്കുള്ളൂ. നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനെ വിലയിരുത്തും. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പേരെങ്ങനെ? എന്റെ പേര് ജോൺസൺ. പറയൂ ജോൺസൺ ജി, എന്തൊക്കെയാണ്? സുഖല്ലേ? സാറിനോട് ആദ്യം ചോദിക്കാനുള്ളത്, സാറിന്റെ ആദ്യത്തെ ഫിലിം സ്വന്തമായിട്ട് എടുത്ത ഫിലിമിന് ശേഷം സാറിന് ഉണ്ടായ പ്രേക്ഷകരിൽ ഉണ്ടായ പ്രതികരണങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ശരി, ആദ്യ സിനിമയിലെ അനുഭവങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്.
ഒരാളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നാഷണൽ സ്കോളർഷിപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമേ ഉള്ള ഒരാളുകളുടെ ഒരു പെർസെപ്ഷനിൽ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു സ്കോളർഷിപ്പോടെയൊക്കെ ഒരാൾ പഠിക്കുന്നു, പെട്ടെന്ന് ജോലി കിട്ടുന്നു. എനിക്ക് അന്ന് 3 വീടുണ്ടായിരുന്നു. 3 വീടൊക്കെ ഒരു മനുഷ്യനാണ്. ഭാവിയിൽ ഇയാൾ കുറേ കൂടെ മുന്നോട്ട് എത്തും. ഇത് ഒരു സൈഡ് മാത്രമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വലിയ ഹാപ്പി ഒന്നായിരുന്നില്ല. കാരണം ഞാൻ ഈ ലോകത്തെ നോക്കിക്കണ്ട ഒരു രീതി, ഞാൻ കണ്ട രീതിയാണ്. നിങ്ങളെ ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് തന്നെ വരും കേട്ടോ. അത് എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാലല്ലേ ഉദ്ദേശത്തിൽ എത്തിയോ എന്നുള്ള അറിവുള്ളൂ. അതായത് ഞാൻ ഏതൊരു മനുഷ്യനെയും പരിചയപ്പെട്ട ഞാൻ നോക്കുന്നത് ആ വ്യക്തിയുടെ റീച്ച് എന്താണെന്ന് നോക്കുക. അയാളുടെ ജാതി മതം, അയാളെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, ഇയാൾക്ക് എത്ര മക്കളുണ്ട്, മക്കൾക്ക് എന്താ ജോലി എന്നൊന്നും ഞാൻ നോക്കില്ല. ഇയാൾ മരിച്ചാൽ ഇയാളെ ശവം കാണാൻ എത്ര ആൾ വരും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന റീച്ച്. നിങ്ങളുടെ വയസ്സ് 20 ആയിക്കോട്ടെ, നിങ്ങളുടെ വയസ്സ് 40 ആയിക്കോട്ടെ, നിങ്ങളുടെ വയസ്സ് 80 ആയിക്കോട്ടെ, നിങ്ങൾ IAS ഓഫീസർ ആയിക്കോട്ടെ, നിങ്ങൾ ആരായിക്കോട്ടെ, വാട്ടർ, നിങ്ങൾ മരിച്ചാൽ അങ്ങനെയാണ് മരിച്ചില്ലേ. ഏതോ ഒരുത്തൻ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു. ആ എക്സിന് നിങ്ങൾക്ക് ഒരു ദിവസം പരിചയം ഉണ്ടെങ്കിൽ അയ്യോ ആ മനുഷ്യൻ മരിച്ചില്ലേ. കാരണം നമുക്കൊരു ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഏതൊരാൾ മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ നമുക്കൊരു പരിചയം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മളൊരാളെ പരിചയപ്പെടുകയും അയാളെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ ഉണ്ടെങ്കിലല്ലേ അയാൾക്കൊരു ഫീൽ ചെയ്യുള്ളൂ. അയ്യോ ആ മനുഷ്യൻ മരിച്ചില്ലേ. അല്ലെങ്കിൽ അന്ന് ഞാൻ ആ ഓഫീസിൽ പോയപ്പോൾ എന്നോട് സഹായിച്ച മനുഷ്യനെ, അല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നേരെ കണ്ടിട്ടൊന്നുമില്ല, അത്രയെങ്കിലും നമുക്ക് വേണം. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാക്സിമം ഒരാൾക്ക് റീച്ച് എന്ന് പറയുന്നത് 5000 ആണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പ്രശസ്തർ അല്ല, നടീനടന്മാരും പുറത്തിറങ്ങിയ അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു ടിപ്പിക്കൽ മനുഷ്യന്റെ റീച്ച് എന്ന് പറയുന്നത് 5000 ആണ്. ഒരാൾ മരിച്ചാൽ ഇയാൾ മരിച്ചു എന്ന വാർത്ത തോന്നുന്നു. ഈ 5, അതായത് ജനങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് ബിലോ 5000, എബോ 5000. ഞാൻ ഇവരെ ജാതിയോ മതോ രാഷ്ട്രീയോ ഇവര് കാണാൻ കോരുണ്ടോ എന്നല്ല ഞാൻ നോക്കുന്നത് എബോ 5000 ആണോ ബിലോ 5000 ആണോ. ബിലോ 5000 ആണെങ്കിൽ ഇവർ മരിച്ച സാധാരണ രീതിയിൽ ജന്മക്കോളത്തിലൊന്നും ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയൊന്നും വരാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ നോക്കുന്നത് ഇവിടെ പട്ടി, പൂച്ച, നായ, മൂരി, ഉറുമ്പ് ഇത് മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വരാറുണ്ട്. ഇവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഞാൻ മനസ്സിലാക്കി. ഇവരെ ഈ ഒരാളായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. ഈ സിനിമ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ ഞാൻ പറയുന്നു, ജനങ്ങൾ എന്നെ കണ്ട ഒരു സൈഡാണ് ഞങ്ങളോട് പറയുന്നത്. ഇയാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി, അത് ഇത് വാട്ടവർ, ഇയാൾക്ക് 3 വീടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സൈഡ് മാത്രമാണ്. പിന്നെ നമുക്ക് വെള്ളടിയും പുകവലും വലിയൊരു അടിപിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഠിക്കുന്ന സമയത്തായാലും ടീച്ചേഴ്സ് ആയാലും സന്തോഷപ്പെട്ടിരുന്നൊക്കെ പറയുമ്പോൾ ഒരു തേനും പാലക്കൊടുക്കും. ജനറലി ഒരു ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു നല്ല കുട്ടിയാണെന്ന് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് നല്ലതാണെന്ന് ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പഠിക്കുകയും അച്ചറ കളിച്ചാലും ടീച്ചർ അറിയാതെ അച്ചറ കളിച്ചാൽ മതി. മനസ്സിലായി? നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ടീച്ചർക്ക് നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തായിട്ട് ഫീൽ ചെയ്യണം. വിദഗ്ധമായിട്ട് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് നാട്ടുകാരെ മുന്നിൽ നല്ലൊരു ഈശ്വരവിശ്വാസിയാണെന്ന് കാണിക്കാം. നിങ്ങൾ പക്ക തരികിടയാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലും പള്ളിയിലും പോകാൻ വാ തുറന്നു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇത്രയൊക്കെ മതി. ഇവിടുത്തെ ജനങ്ങൾ വെറും കഴുതകളാണ്. അപ്പൊ അവരെ വിഡ്ഢികളാക്കാൻ വലിയ ഈസിയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ഈസി ആയിരുന്നു പല കാര്യങ്ങളും. അതുകൊണ്ടാണ് സന്തോഷ് ഭയങ്കര ഭാവമാണ്, അല്ലെങ്കിൽ അത്ര ഞാൻ വില്ലനൊന്നല്ല, അത്ര നല്ലൊരുമല്ല. ഞാൻ മനസ്സിലാക്കി ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ ഒറ്റ വാക്കി ഞാൻ ഡിഫൈൻ ചെയ്യും. ഒരു 95% കറക്റ്റാണ്, 5% തരികിടയാണ്. ഞാൻ എന്നെ കുറിച്ച് അന്നും ഇന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സന്തോഷ് പണ്ഡിറ്റ് 100 കാര്യം പറയുകയാണെങ്കിൽ 95 കറക്റ്റാ പറയാറ്, 5 പക്ക കളവാണ് പറയുന്നത്. അല്ല ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർ 60 സത്യവും 40 കളവും പറയും, ചിലർ 99. ആരും 100 സത്യം പറയുന്നതൊന്നും ഈ ലോകത്ത് ആരുമില്ല. പോട്ടെ, സത്യസന്ധമാണ്. അപ്പൊ ഈ രീതിയിൽ ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരുന്ന 1-2 സംഭവം ഞാൻ പറയാം. ഒന്ന്, ഈ നമ്മള് പാട്ടൊക്കെ വരുമ്പോ നായകനും നായികയും ഡാൻസ് ചെയ്യുന്നു,
അതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, സത്യം പറഞ്ഞ അവർ ഇടിവെട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ നായകനും നായികയും ചുമ്മാ ചെറിയ ആക്ഷൻ ഒക്കെ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ. അതിന് നല്ല പ്രാധാന്യം കൊടുക്കുകയും ഇവരുടെ ഡാൻസ് ഇവരൊക്കെ ഫോക്കസ് ഔട്ട് ആണ്. ഇങ്ങനെ നോക്കിയറിയാം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ തമിഴ് സിനിമ ഹിന്ദിയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ടീമിനധികം നോക്കിയത്, ഞാൻ ഈ ജൂനിയേഴ്സിനെ നോക്കും. വളരെ സത്യസന്ധമായി പറയട്ടെ, നമ്മുടെ ഈ നായികനെക്കാട്ടും വികറിയിരിക്കും ആ ബാക്കിലുള്ള ചില പെൺകുട്ടികൾ. നല്ല അടിപൊളി നമ്മുടെ നായകനേക്കാൾ നല്ല സൗന്ദര്യവും നല്ല ബോഡിയും ഒക്കെ ഇരിക്കും അതിന്റെ ബാക്കിലുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റ് ചെക്കന്മാർക്ക്. അവരൊക്കെ എന്താ ഡാൻസ് അറിയോ? പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവനൊക്കെ ഫോക്കസ് ഔട്ടാണ്. നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെടുന്നത് വലിയൊരു മോഹമാണ്. എനിക്ക് മനസ്സിലായി ആ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റോളാണ് ഈ ബിലോ 5000 അവസ്ഥ. അതായത് ഇപ്പൊ ആ ഡാൻസിൽ നിങ്ങൾ ഏത് സോങ് എടുത്തോ അതൊരിക്കലും ഒരു കുറ്റമല്ല. കാരണം സൂപ്പർ സ്റ്റാറിനോട് അത്രയും നന്നായി ഡാൻസ് ചെയ്യണമെന്നില്ല. അത്രയും നന്നായിട്ട് അവർക്ക് കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എവിടെ എത്തുന്നില്ല. ഇത് തന്നെയാണ് രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ. നമ്മളിവിടെ ഓരോ രാഷ്ട്രീയക്കാരെ പേരിൽ അടികൂടുന്നു, നമ്മൾ തള്ളിക്കുത്തുന്നു. അതേസമയം ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 140 MLA-മാർക്ക് MP-മാർക്ക് ഒരു 3-4 ലക്ഷം രൂപ കിട്ടുന്നു. ഇവിടെ സിനിമാ നടന്മാരെ പേരിൽ അടികൂടുന്നു. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഈ ടീം. ബിലോ 5000 ടീം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അടികൂടുക, അത് മതത്തിന്റെ പേരിൽ അടികൂടുക, ഇല്ല അല്ലെങ്കിൽ ഇന്ന നടനാന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അടികൂടുന്നു. ഈ പൊട്ടന്മാർക്ക് ഇവർക്കൊരു കോപ്പ് കിട്ടുന്നില്ല, മറ്റൊരു 6 കോടിയൊക്കെ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ അല്ലേ? അതേപോലെ ഞാൻ ഈ ഓരോ പ്രാവശ്യം ട്രെയിൻ യാത്രയിൽ ഞാൻ ആലോചിക്കും, ഈ ട്രെയിൻ അങ്ങ് ബൈ ചാൻസ് മൊത്തം ഒരു അപകടത്തിൽപ്പെട്ട 5000 ആൾ മരിച്ചു വിചാരിക്കാം. ഞാൻ എന്റെ ചിന്തയാണ് പറയുന്നത്. ഇപ്പൊ നാളത്തെ പത്രത്തിൽ എന്തേക്കും വരാം, ഒരു മന്ത്രി ഉണ്ട് വിചാരിച്ചു, മന്ത്രിയും 5000 പേരും മരിച്ചു. മന്ത്രിയുടെ ജീവന വിലയുണ്ട്, കാരണം അയാൾ എബോ 5000. അയാളെ നാട്ടുകാർക്ക് അറിയാം ഈ 5000 പൊട്ടന്മാര് ജീവിച്ചാലും വരുന്നല്ലോ. പട്ടി പൂച്ച നായ കുടുംബ ഭൂരിയാണല്ലോ. അപ്പൊ നമ്മൾ ഈ 5000-നുള്ളിലല്ലേ വരുള്ളൂ. കാരണം ഞാൻ മുൻകാലങ്ങളിൽ ഏത് ആക്സിഡന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നോക്കാറുണ്ട്. അതിലൊക്കെ വിമാനാപകടം 55 മരണം, വിമാനാപകടം MLA അടക്കം 55 മരണം, MLA ഈ നല്ലൊരു ഹോസ്പിറ്റൽ. അപ്പൊ ഞാനെനിക്ക് മറ്റേ 55 പേർക്കും ഇവരൊക്കെ ജീവിച്ച. അപ്പൊ ഇങ്ങനെ എന്തിന് ജീവിക്കണം എന്നാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ആ ലെവലിന്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് തോന്നി. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ എന്റെ ലക്ഷ്യം ഇതായിരുന്നു, എബോ 5000 ആവണം. ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം പിന്നെ എങ്ങനെയാണ്, അതായത് ഒരു റിവേഴ്സ് ഓർഡറിൽ കാണണം. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ഒരു റിവേഴ്സ് ഓർഡറിൽ വായിച്ചാലേ നിങ്ങൾക്ക് ദഹിക്കുള്ളൂ. നടനെ വിലയിരുത്തുമ്പോൾ അത് ഫസ്റ്റ് പടം എങ്ങനെയായിരുന്നു, സെക്കൻഡ് എങ്ങനെയാണ്, ഒരു സംവിധായകനെ എങ്ങനെ വിലയിരുത്തുന്നത്, എല്ലാവരെയും നിങ്ങൾ ലോകത്ത് ഇങ്ങനെ വിലയിരുത്തും. സന്തോഷ് പണ്ഡിറ്റിനെ മാത്രം വിലയിരുത്തുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ വിലയിരുത്തിക്കോളും. സന്തോഷ് പണ്ഡിറ്റ് ഇന്ന് ഇങ്ങനെയാണ്, ഇയാൾ ഇന്നലെ എന്താ ചെയ്തത്, ഇങ്ങനെ പോകണം. അപ്പൊ ഇപ്പോഴും നിങ്ങളുടെ വിലയിരുത്തൽ ശരിയാവൂല. 2021 to 2011 അത് തെറ്റാവും 2031. കാരണം ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നതും ചെയ്യുന്നതും എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ 2031 എടുക്കും. ഞാൻ പറഞ്ഞ ചില കാര്യം ഞാൻ ഇപ്പോഴും ഡിസ്ക്ലോസ് ചെയ്തില്ല. അത് എന്താണെന്നുള്ള അറിയണമെങ്കിൽ 2031 അയാളാണെന്ന് 2021 ഇങ്ങനെ പറഞ്ഞു ഇയാൾ ഇതായിരുന്നില്ലേ ഉദ്ദേശിച്ചത്. കാരണം ഇങ്ങനെ ചാർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ശരി, അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്ന് ഫേമസ് ആയി പറ്റി. കാരണം ഇവിടുത്തെ പ്രശസ്തര് ഇപ്പൊ ഒരു 4 പേരെ കൊന്നു എന്ന് വിചാരിക്കാം. അതിന്റെ വാർത്തകൾ എങ്ങനെ വരിക, പ്രശസ്തന്റെ മകനെ അറസ്റ്റ് ചെയ്തു, പ്രശസ്തന്റെ മകൻ 4 പേരെ കൊന്നു, പ്രശസ്തന്റെ പേരൊന്നുമില്ല. അല്ല, നമ്മളിവിടെ ഏതെങ്കിലും ഒരുത്തൻ 2 തേങ്ങ ഇട്ടില്ല, പിറ്റേ ദിവസം വാർത്ത അച്ഛൻ, അമ്മച്ചൻ, അടുത്ത വീട്ടുകാരുടെ പേര് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബിലോ 5000 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയറിയാം, പ്രശസ്തൻ 1000 കോടി കട്ടു. അപ്പൊ ഈ പ്രശസ്തന്റെ പേരില്ലേ, നമ്മൾ 1000 രൂപ കട്ടാ വലിയ പ്രശ്നം. പ്രശസ്തൻ, അപ്പൊ പ്രശസ്തനെ ഈ ബാങ്ക് ഒന്നും ഒരു ബാങ്കിൽ നോക്കാതെയാണ് കൊടുക്കുന്നത്. നമ്മളൊരു 1000 രൂപ ഒരു ബാങ്കിൽ പോയിട്ട് നോക്കുമ്പോ എന്തെല്ലാം വേണം. പ്രശസ്തന്റെ ഒന്നും കൊടുക്കാതെ പ്രശസ്തൻ അങ്ങോട്ട് പോയി കൊടുത്തു ഒക്കെ പറയാം. അപ്പൊ നമ്മളിത് വെറും സത്യം പറഞ്ഞാൽ എന്തിനാ ജീവിക്കുന്നത്, എനിക്ക് ആലോചിക്കുന്നത്. എന്തിനാ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ തോന്നല, നമ്മൾ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മളല്ല ജീവിക്കുന്നത്, നമ്മൾ വെറും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ആ നായികയ്ക്ക് 6 കോടി കിട്ടുന്ന പോലെ, ഇവിടുത്തെ MLA-മാർക്കും MP-മാർക്കും പൈസ കിട്ടുന്ന പോലെ നമ്മൾ ശരിക്കും വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ വരാൻ തീരുമാനിച്ചത്. അപ്പൊ എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ജനങ്ങളെ കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് പുതുതായിട്ട് പറയേണ്ട ആവശ്യമില്ല. പൊതുജന കഴുതകളാണെന്ന് എനിക്കറിയാം. കാരണം ഇവരെ ഒരു കാര്യം
ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവരുടെ മനസ്സ് മനസ്സിലാക്കി. ഇവര് ദൈവങ്ങളായി കണക്കാക്കുന്നത് 3 ആളുകളാണ്. ഒന്ന് രാഷ്ട്രീയക്കാര്, ഒന്ന് സിനിമാക്കാര്, ഒന്ന് ക്രിക്കറ്റുകാർ. ഇതാണ് നമ്മളെ കേരളത്തിന്റെ ഒരു സ്റ്റൈൽ. ഈ ഓട്ടോ കാസിനെ നമ്മള് ചൊവ്വയിൽ ഇതൊക്കെ എത്തിച്ചു ശാസ്ത്രജ്ഞന്മാര്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ചില കൂട്ടുകാരോട് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലക്സ് വെക്കാം. ഉടനെ തരാം. അതെന്തിനു വെക്കുന്നു? അവനെന്താ ശമ്പളം കൊടുക്കുന്നില്ലേ ഗവൺമെന്റ്? ശാസ്ത്രജ്ഞനെ ഓസിക്കാണോ ചെയ്യുന്നു? ഈ പറഞ്ഞവൻ മുമ്പ് മെസ്സിക്കും നെയ്മർക്കൊക്കെ വേണ്ടി ബ്രസീലിനെ അർജന്റീനയ്ക്ക് വേണ്ടി തടിയ ഫ്ലക്സ് വെക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഈ നെയ്മറും മറ്റവരൊക്കെ ഓസിക്കണം പിന്നെ നീ എന്തിനാ അന്ന് ഫ്ലക്സ് വെച്ച്? അല്ല ഇത് പിന്നെ അല്ല നിങ്ങൾ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി ഫ്ലക്സ് വെക്കുന്നു, ഓരോ ഓസിക്കണോ ചെയ്യുന്നത്? അപ്പൊ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഒരു വിലയില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ. മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, അവർ അത്രയും കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ഫ്ലക്സ് വെക്കാൻ പോലും ബ്രസീലിയൻ അർജന്റീനയ്ക്ക് വേണ്ടി ഫ്ലക്സ്, ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, അതിനു വേണ്ടി ചെയ്യുന്നവരെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വലിയൊരു നേട്ടത്തിന് ഒരു ഫ്ലക്സ് വെക്കാൻ പറ്റൂല. കാരണം എന്താണ്? അതിന് പറയുന്ന ഉത്തരാണ് അവരെ വേണമെങ്കിൽ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ചിന്തിക്കണം. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയത് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും അതേപോലെ അവർക്ക് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്ന ആ സൈനികർ ആലോചിച്ചു, അവരാണ് ശരിക്കും ഒരു ബഹുമാനം അർഹിക്കുന്ന വിഭാഗം. അതുപോലെ കർഷകർ, എത്ര കർഷകർ കടക്കിണിയോട് ആത്മഹത്യ ചെയ്യുന്നു? അവരൊക്കെ ആ ഭക്ഷണം ഉണ്ടാക്കുന്നതോട് കൂടിയല്ലേ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പറയാം MBBS ആണ് വീട്ടിൽ നോക്കി വല്ല കാര്യമുണ്ടോ? അവരാരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരൊന്നും ഇവർക്ക് ഒരു വിലയില്ല. ഇവിടെ ഞാൻ അവരെ ബഹുമാനിക്കണം നല്ല പറയുന്നത്. നമ്മുടെ ജീവൻ പണയം വെച്ചും ചെയ്യുന്ന ഒരു സൈനികൻ അല്ലെങ്കിൽ കടക്കണി മൂലം പോലും സ്ട്രഗിൾ ചെയ്ത് ഓരോ നമുക്ക് ഉണ്ടാക്കി തരുന്ന കർഷകൻ, അതും അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ചുരുങ്ങിയ ചെലവിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഇവരൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അത്രയൊന്നും ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ഇന്ത്യക്ക് വേണ്ടി ഒരു കോപ്പും ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. കാരണം ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ കുറെ കോടികൾ മേടിക്കുന്നു. ഓരോ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഇന്റർവ്യൂ ആ സ്ത്രീ ചോദിച്ച ഫസ്റ്റ് ചോദ്യം, ഇവിടുത്തെ നടന്മാരെ കുറിച്ച് ന്യൂസ് വരുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരുടെ കേൾക്കുന്നത് ഒരു ലിമിറ്റഡ് എഡിഷൻ കാർ വാങ്ങിച്ചു. ഈ സൂപ്പർ സ്റ്റാറിന് മാത്രമേ ഇന്ത്യയിൽ ഈ 3 കോടിയുടെ ഒരു കാർ ഉള്ളൂ. പിന്നെ ഒരു നടിയുടെ ഫോട്ടോഷൂട്ട്, ദിവസം ഉച്ചയ്ക്ക് ആ കുട്ടി വലത്തോട്ട് തിരിഞ്ഞോ ഇടത്തോട്ട് തിരിഞ്ഞോ. ഞാൻ പറയുന്നത് ഇതിപ്പോ നടിയുടെ വിഷമം മനസ്സിലാക്കാം. 9 മാസം 10 ദിവസം കുട്ടീനെ എടുത്ത് പ്രസവ വേദനയൊക്കെ മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇതേപോലെ 9 മാസം 10 ദിവസം കുട്ടീനെ വയറ്റിലിട്ടിട്ട് തന്നെ പുറത്തേക്ക് ഇറക്കുന്നത്. അല്ലാണ്ട് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തിട്ടല്ല അവിടുത്തെ പെണ്ണുങ്ങൾ കുട്ടീനെ എടുത്താക്കിയത്. അപ്പൊ നടിമാർക്കും ഞാൻ പറയുന്നു, അപ്പൊ നടിമാർക്കും നമ്മുടെ ചുറ്റും ചേട്ടാ നിങ്ങൾ ഞങ്ങൾ എങ്ങനെയാവോ എങ്ങനെയാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ നിൽക്കാത്ത ഓരോ മനുഷ്യന്മാരൊക്കെ ഇവിടെ നിന്നിട്ട് പുഷ്പം പോലെ ജയിക്കുന്നു. ഇതേ പാർട്ടിക്ക് വേണ്ടിയിട്ട് നല്ലപോലെ കൊണ്ടോരും മരിച്ചോളൊക്കെ ഭർത്താവ് പോയി എന്നല്ലാണ്ട് ആ പെൺകുട്ടി വരികയായി ഞങ്ങളുടെ വലിയ കാര്യമില്ല. നിങ്ങളിപ്പോ എത്ര കണ്ടിരിക്കുന്നവർ വളരെ അപൂർവമായിട്ട് മാത്രമേ രക്തസാക്ഷിയുടെ ഭാര്യ MLA MP ആണെന്നൊക്കെ അപൂർവമാണ്. അപ്പോ രാഷ്ട്രീയക്കാരനാവുന്നതിനെ ബുദ്ധിമുട്ടൊന്നുമില്ല, സിനിമക്കാരനായോണ്ട്. പിന്നെ ക്രിക്കറ്റ് അതിനെ കുറച്ച് നേരത്തെ ചിന്തിച്ചുകൊണ്ട കാര്യം. അങ്ങനെയാണ് ഞാൻ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലാക്കണം. അപ്പൊ ഒരു ഗെയിം കളിച്ചു നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടുത്തെ മലയാളികളെ കുറിച്ച് ഇപ്പൊ മലയാളികൾ എന്താണെന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും സിനിമ എന്ത് കല എന്തെന്നല്ല ഞാൻ പഠിച്ചത്. ഞാൻ മലയാളികളുടെ തലച്ചോറിനെയാണ് ഞാൻ സ്കാൻ ചെയ്തത്. ഇവരെന്താണ് എനിക്ക് മനസ്സിലായി. ഒരു സിനിമ നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ ഒരുപാട് പരിചയം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും എന്താ പറയാ സന്തോഷപ്പെടില്ല. ഒരു സിനിമാക്കാരൻ. അപ്പൊ സിനിമ നമുക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ എളുപ്പവഴിയാണ്. കാരണം ഏതെങ്കിലും ഒരു ബാങ്ക് കവർ ചെയ്യുക, അല്ലെങ്കിൽ അനിയൻ കൊണ്ട് കുറെ പൈസ ഉണ്ടാക്കുക. ഇങ്ങനെ പറയുമ്പോൾ പൈസയാവും, നമുക്ക് ആരാധകരെ കിട്ടില്ല. അതേസമയം ഇപ്പൊ നമ്മുടെ MLA MP സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ക്രിക്കറ്ററോ ഒക്കെ ആവുകയാണെങ്കിൽ പൈസയും കിട്ടും, ആരാധകരെ കിട്ടും. അപ്പൊ ഒരു പക്കാ തട്ടിപ്പുകാരനായി ജീവിക്കാൻ നല്ലൊരു സൂപ്പർ സ്റ്റാർ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എളുപ്പവഴി. എന്തായാലും പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി. കാരണം ഒരു 20 ദിവസം ഇവിടെ കൂലിപ്പണി എടുത്തു കഴിഞ്ഞാൽ മാസം 70 ഫിക്സ് കൂട്ടുകയാണെങ്കിൽ ഒരു 16,000 ഉൾപ്പെട്ടു. സൂപ്പർ സ്റ്റാർ ആയാൽ 20 ദിവസത്തെ വർക്കിന് 6 കോടി ഉണ്ട്. ഇത് ഇവിടെ കിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലും സൂപ്പർ സ്റ്റാർ പോകും. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇവരൊക്കെയാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതാവാം. എനിക്ക് സിനിമയിലൂടെ കലയിലൂടെ ഒരു താല്പര്യം. ശരി, അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനിവിടുത്തെ
മലയാളികളുടെ തലച്ചോറിയാണ് സ്കാൻ ചെയ്യാൻ നോക്കിയത്. കാരണം മലയാളം എനിക്ക് വേറെ നോക്കണ്ട, അവർക്ക് എന്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം തോന്നും, എന്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കും, എന്ത് കണ്ടു കഴിഞ്ഞാൽ അവരെ ആകർഷിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒരു സിനിമാക്കാരെന്നോ ഇത് വായിച്ചിട്ടെന്തോ പൈസ ഉണ്ടാക്കാനൊന്നുമല്ല, പൈസ അതിനെക്കാട്ട് എനിക്ക് തോന്നി പണ്ഡിറ്റിനെ പോലെ ആകില്ല. ഇങ്ങനെ ഓരോ മലയാളിയും പറയണം. അങ്ങനെ പറയണമെങ്കിൽ ഞാനിപ്പോ ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് മുൻകാലങ്ങൾ എത്ര ആൾ സ്ക്രിപ്റ്റ് ചെയ്തു, എത്ര ആൾ അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ അതിന് സന്തോഷപ്പെടുത്തിയ പോലെ ആരുമില്ല എന്ന് ഒരിക്കലും പറയുമല്ലോ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവർ ഇന്നേ വരെ ചെയ്യാത്തൊരു സാധനം ഞാൻ ചെയ്യണം. അത് ഞാൻ പറഞ്ഞെല്ലാം റിവേഴ്സ് ഓർഡറാ. അത് ഇന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. ഇത് ക്ലിയർ അല്ല. 10 കൊല്ലത്തിന് ശേഷം ഈ സാധനം എടുത്തു നോക്കിയെങ്കിൽ മനസ്സിലാവുള്ളൂ. ഇയാൾ എന്താ ഇപ്പൊ പറഞ്ഞത് 10 കൊല്ലം കഴിഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ക്യാമറ വിളിച്ചല്ല ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്കാണെങ്കിൽ ഞാൻ മുൻകാലങ്ങളിൽ ഒരു സിനിമ സെറ്റ്, പിന്നെ അതിന് ശേഷം ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട്. അന്ന് തീരെ സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുകയുള്ളൂ. ശരിക്കും ഞാൻ പഠിച്ചിരിക്കുന്ന BA ഇംഗ്ലീഷ്, ഹിന്ദി, സിവിൽ എഞ്ചിനീയറിംഗും സ്റ്റെനോഗ്രാഫിയും ടൈപ്പ് റൈറ്റിംഗ് ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ശരിക്കും ഇതായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നും ഇല്ല. അങ്ങനെ ഒരു പാട്ട് പോലും ബാത്റൂമിൽ പോലും പാടാറില്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ പാടുന്ന ഒരു സ്റ്റുഡിയോയിൽ സ്വന്തം സിനിമയ്ക്ക് വേണ്ടി പ്രൊഫഷണൽ ആയിട്ടാണ് ഫസ്റ്റ് പാടുന്നത്. കാരണം നിങ്ങളൊരു വലിയൊരു ഡയറക്ടറായിട്ട് എന്ത് കാര്യമില്ല, പുറത്തിറക്കി നിങ്ങളെ ആരെങ്കിലും അറിയോ? അല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ പൈസ മുടക്കി ഒരു സിനിമ എടുത്തു, നിങ്ങളെ സിനിമന്റെ പേരിൽ അതിന്റെ സംവിധായകൻ കുറെ സിനിമ പിടിക്കുന്നു, നടൻ കുറെ സിനിമ പിടിക്കുന്നു, നിങ്ങൾ പുറത്തിറക്കി നിങ്ങളെ ആരെങ്കിലും അങ്ങനെ പറയേണ്ടി വരും. കേട്ടോ, ഇന്ന വലിയൊരു പടം ചെയ്ത് ഞാനാട്ടോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കൂടെ ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നത് തോന്നുന്നു. അതേസമയം ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഞാനിപ്പോ PWD-ക്കാണെങ്കിൽ നമ്മുടെ മാക്സിമം ചീഫ് എഞ്ചിനീയർ പദവിയാണ്. ഞാൻ PWD ഞാൻ രാജിവെച്ചത്. ഈ ചീഫ് എഞ്ചിനീയർ അയാളുടെ ഓഫീസിൽ അയാൾക്ക് എല്ലാ ബഹുമാനവും കിട്ടുന്നു. അയാളാണ് സൈൻ ചെയ്യുന്നത്. യു ആർ അപ്പോയിന്റഡ്, യു ആർ ഡിസ്മിസ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ സൈൻ ചെയ്യുന്നു. ഇയാൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ എന്ത് കഴിഞ്ഞാൽ ഒരാൾ പരിചയപ്പെട്ട് എന്താണ് ചീഫ് എഞ്ചിനീയർ, ഇതാണ് ഓപ്ഷൻ എ. ഇനി നിങ്ങൾ ഒരു 4ാം ക്ലാസ് ആണ്, പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് വിചാരിച്ചു, ഏതോ എടുത്ത് നിങ്ങൾക്ക് ഒരു സിനിമയിൽ ചാൻസ് തരുന്നു, നിങ്ങൾ ചെയ്തൊരു സാധനം വൈറലാവും. ആ ബസ് സ്റ്റോപ്പിൽ കൂടെ ആ 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവൻ ഇങ്ങനെ നടന്നു വന്ന ആൾക്കാർ ചേട്ടാ ഒരു സെൽഫി ചേട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവനെയൊക്കെ വിളിച്ച് 1 ലക്ഷം രൂപയ്ക്ക് ഇനോഗ്രേഷൻ ഇതൊക്കെ ചെയ്യുമ്പോ ഇയാളിവിടെ ബിടെക്കും എംടെക് ഒക്കെ പഠിച്ച് ഇത്രയും ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരിക്കും. ഇപ്പൊ വീടൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ വിഷയം. പുറത്തിറങ്ങിയ ഞാൻ തിരിച്ച് ഞാൻ ആയിക്കോട്ടെ ഞാൻ ഗവൺമെന്റ് ഇത്രയേ ഉള്ളൂ. അയാളെ ഓഫീസിൽ അതും 55 വയസ്സ് കഴിഞ്ഞാൽ പോയിവിടുന്ന് പറയും. ആരും തെറിയുള്ളൂ, മനസ്സിലായി. അപ്പോ ഇവിടുത്തെ ആളുകളെ കൃത്യമായി പഠിച്ചൊരു സിനിമ ഉണ്ടാക്കിയിരുന്നു എന്റെ ഉദ്ദേശം. അപ്പൊ മനഃശാസ്ത്രപരമായി എനിക്ക് തോന്നി എന്റേതാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ചെയ്യണം. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു 5 lakhs ബഡ്ജറ്റിലൊക്കെ ചെയ്യുമ്പോഴല്ലേ അത് വാർത്തയാവും. ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിറ്റിനെപ്പോലെ ആരും ഇല്ലാതെ കേൾപ്പിക്കണമെങ്കിൽ മറ്റുള്ളവൻ ചെയ്യുന്ന വേണ്ടി ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ബോധമുള്ള എല്ലാ വർക്കും ഞാൻ ചെയ്യുള്ളൂ. 100% പെർഫെക്ഷൻ വേണ്ട തന്നെ ഞാനും ആലോചിച്ചത്. കാരണം എന്താണ്, 100% പെർഫെക്ഷനിൽ സന്തോഷ് പണ്ഡിറ്റ് ബാഹുബലി പോലത്തെ ഒരു സിനിമ ചെയ്തു വിചാരിച്ചു. അതിന്റെ 2 അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സംസാരിക്കണേ, നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഹിറ്റായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ പരിപാടി അസുഖം. അടുത്ത സിനിമ അതിന്റെ മുകളിൽ പോകണം. അത് പണിയാണ്, നമ്മൾ കേൾക്കുന്ന അത്ര എളുപ്പമല്ല. ആ 2ാമത്തെ സിനിമയുടെ മുകളിലെത്തിയ 3ാമത്തെ സിനിമ അതിന്റെ മുകളിൽ. അപ്പോ നമ്മൾ നല്ല അവരുടെ ഈ അടുത്ത കാലത്ത് വരെ സിനിമകൾ നല്ലതായിരുന്നു. പക്ഷെ അവരുടെ മുൻകാലങ്ങൾ അത് ചെയ്തു വെച്ച സിനിമ ആ ഹൈപ്പുള്ളത് കൊണ്ട് അത്ര കിട്ടാതെ വന്നതുകൊണ്ടാണ് ആളുകൾ തല്ലിപ്പൊളി എന്ന് പറഞ്ഞത്. ആ സിനിമ മോശമായിരുന്നില്ല. ഇതുപോലെ അപ്പൊ എനിക്ക് തോന്നി നമ്മളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം. ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. അടുത്ത സിനിമ എന്തായാലും അതിൽ ബെറ്ററുള്ളതാണ്. അപ്പൊ ആളുകൾ എന്താ പറയും, സന്തോഷപ്പെടി നല്ല പുരോഗതിയാണ്. ഇങ്ങനെ ആക്കിയിട്ടില്ല. അപ്പൊ 5 lakhs ബഡ്ജറ്റിൽ തന്നെ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യാം. അറ്റ്ലീസ്റ്റ് എല്ലാ ജോലിന്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാവിയിൽ നമ്മളൊരു അങ്ങനെ ഒരു വലിയ നടനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെള്ളം തരുന്നവരുടെ ഒരു വിഷമം മനസ്സിലാവും. കാരണം നമ്മൾ ആ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലേ നമുക്ക് ഏതൊരു ജോലി ചെയ്യുമ്പോഴല്ലേ നമുക്ക് വേറെ ആളെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇതിൽ ഇരുന്നപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടുത്തെ ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞു. കാരണം അത് സിനിമയിലൂടെ ആയാലും വേറെ രീതിയിലായാലും അത് കോർഡിനേഷൻ ചെയ്തത് കൊണ്ടാണ്
നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളൊരു അതിഥിനോടെ കൊണ്ടുപോയി അയാൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കുന്നുണ്ടാവും. ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു എഫക്ട് എന്താണ്? അതിപ്പോ സ്ട്രെസ് ആയാലും മറ്റേ എടുക്കാനുള്ള സംഭവം, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കത്തും. അതല്ല, ഇതെല്ലാം മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ എന്തോ ചെയ്യുന്നു. ഒരു കളക്ടറേറ്റിലായാലും കളക്ടർ പറയാൻ ഞാൻ വളരെ കഷ്ടപ്പെടുന്നു അല്ലേ? ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ ഡോക്ടർ പറയാൻ ഞാൻ വളരെ കഷ്ടപ്പെടുന്നു, ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ആ ഡോക്ടർ പേരിലായിരിക്കും ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. എല്ലാം ശരിയാണ്. അവിടെ അടിച്ചു വരുന്ന പെൺകുട്ടി മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ പിന്നെ ആള് അവയ്ക്ക് പോകില്ല അവർക്കും. പക്ഷെ ഇവരെയൊന്നും ആരും അറിയുന്നില്ല. അവർക്കൊന്നും വേണ്ട ബഹുമാനമൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ കൂടുതൽ ജോലികൾ ചെയ്യും. ബാക്കി ഞാൻ മലയാളികളെ കൃത്യമായി പഠിച്ചു, അത് ഞാൻ കൃത്യമായി ഉപയോഗിക്കുകയും ഇന്നിവിടെ എത്തിച്ചു. 2011 വന്ന സന്തോഷ് പണ്ഡിറ്റിനെ 2021 ഒരു ഫംഗ്ഷന് വിളിക്കുന്നു എങ്കിൽ തന്നെ ഞാൻ എന്താണോ വിചാരിച്ചത് നേടിയിട്ടുള്ളതല്ലേ. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് മാറിയെന്നോ നാട്ടുകാർ മാറിയെന്നോ എനിക്കറിയില്ല. സന്തോഷ് പണ്ഡിറ്റ് 1.0 മാറിയിട്ടില്ല കേട്ടോ. 2011 എന്റെ ഇന്റർവ്യൂ എടുക്കും, അന്നും ഞാൻ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്തുകൊണ്ട് സിനിമയിൽ വന്നു പൈസ ഉണ്ടാക്കാൻ പറഞ്ഞു? ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്. എന്നെ നോക്കി കണ്ടവർ അന്ന് ഇഷ്ടപ്പെടാത്തവൻ ഇന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതെന്റെ കുറ്റമല്ല. ദൈവം എല്ലാവർക്കും ഐക്യു ഇന്റലിജന്റ് കോവിഷ്യന്റ് ഓരോ രീതിയിലാണ് കുറ്റം. ബുദ്ധിയുള്ളവരെയൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഇയാളെന്താ ഉദ്ദേശിക്കുന്നത്, ഇയാളെന്താ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. അത് ആ ബുദ്ധി ലേശം കുറഞ്ഞൊരു ടൈം എടുത്തു. ഇപ്പോഴും പലർക്കും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് 2031 ആകുമ്പോഴേക്കും ഇവരൊക്കെ എന്റെ കടുത്ത ആരാധകരാണ്. അതും സന്തോഷപ്പെട്ടിട്ട് കുറ്റമല്ല, അവർ കൃത്യം ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഞാൻ എത്തിയില്ല. ഞാൻ മലയാളികളെ പഠിച്ചു. ഞാൻ സിനിമയിൽ കാര്യമൊന്നല്ല പഠിച്ച്, മലയാളികളെ തലച്ചോറിനെ കറക്റ്റ് സ്കാൻ ചെയ്ത് ഇവരെന്താണ് കൃത്യമായി പഠിച്ചു. അതുകൊണ്ട് അന്ന് ആരെങ്കിലും എങ്ങനെയാണോ ഇനിയിപ്പോ എന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞാൽ ഇയാൾ ശരിയോ അല്ല, ഇവരൊക്കെ എന്റെ ഇതിലേക്ക് കൊണ്ടുവരാം, ഇവരെവിടെയും പോകില്ല, ഇവരെല്ലാം ഈ ഒരു സർക്കിളിനുള്ളിൽ നിൽക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ചേട്ടന്റെ ചോദ്യത്തിന് ഉത്തരാണ്. ഇപ്പോഴും ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ നോക്കാം, ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു, ഞാൻ റീച്ച് ആകുന്നത് എന്റെ മുകളിൽ നിൽക്കുന്നവരാണോ എന്നെ വിമർശിക്കുന്നത്, എന്റെ താഴെ നിൽക്കുന്നവരാണോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരാള് പറയണം, ചേട്ടാ നിങ്ങളൊരു പാട്ട് നോക്കണം, അതുപോലെ എന്റെ ഒരു സോങ് ഇട്ടേ ഞങ്ങൾക്കറിയാം. ഇപ്പോഴും ഗൂഗിളിൽ ട്രെൻഡ് നമ്മൾ തന്നെയാണ്. 10 കൊല്ലമായിട്ടും കേരളത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ, സിനിമയല്ല വീഡിയോ, സന്തോഷ് പണ്ഡിറ്റിന്റേതാണ്. ഗൂഗിളിലെ ട്രെൻഡാണ്, പഠിച്ചു നോക്കി അറിയാം. അല്ല, കഴിഞ്ഞ 100 ദിവസത്തിനിടയിൽ 20 വീഡിയോ ആണ് 10 ലക്ഷം പ്ലസ് എടുത്തത്. ഇപ്പൊ അടിച്ചു നോക്കി. അല്ല, ഏതെങ്കിലും മലയാളികൾ ഉണ്ടോ എന്നുള്ളത് ഇതിലിരിക്കുന്ന ആർക്കും നോക്കാം. ഫേസ്ബുക്കിന് എളുപ്പം പറയാം, ഫേസ്ബുക്കിന്റെ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ വരും, ഒരാളുടെ ഫേസ്ബുക്കില്ല, അതിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഇയാൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എടുത്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 2021 നിങ്ങൾ നിൽക്കുന്നത്. 2011 ട്രെൻഡ് 21 ഒരു മനുഷ്യൻ നിലനിർത്തുന്നു എങ്കിൽ അത് സിനിമയിലെ സോങ് ആയിക്കോട്ടെ, അത് ചാരിറ്റി പരമായിട്ടുള്ള വീഡിയോ ആയിക്കോട്ടെ, ചുമ്മാ ഞാനൊരു യൂട്യൂബിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വിഷയത്തിൽ ഞാൻ ചുമ്മാ പറയുന്ന ഒരു എന്റെ മൊബൈൽ എടുത്തിരിക്കുന്ന വീഡിയോ ആയാലും 10 ലക്ഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും അല്ലാത്ത വെറൈറ്റി വീഡിയോ ഞാൻ ഇട്ട് ഞാൻ ഏതെങ്കിലും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടാലും കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ഫംഗ്ഷൻസിന്റെ വീഡിയോ നമ്മൾ സന്തോഷപ്പെട്ടിട്ട് 10 ലക്ഷം കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് ഓൺലി സിനിമ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയക്കാർക്ക് അവർ അടിപിടി നടത്തി അടിപിടിന്റെ വീഡിയോ ഇടാനുള്ളൂ. സന്തോഷപ്പെട്ടിട്ട് അങ്ങനെയല്ല, എല്ലാ ടൈപ്പ് വീഡിയോ നമ്മൾ എനിക്ക് കിട്ടുന്നുണ്ട്. 10 വർഷമായി സന്തോഷപ്പെട്ടിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചോട് ഞാൻ എത്തുന്നു. അപ്പോ ആളുകളെ കൃത്യമായി പഠിച്ചു, അതിനനുസരിച്ച് ചെയ്തു. എന്റെ മുകളിലുള്ള ഞാൻ പറയുന്നത്, ഇപ്പൊ ഇളയരാജ സാർ ഇവിടെ വന്നിട്ട് പറയാണ്, സന്തോഷേ നിന്റെ ഒരു പാട്ടുണ്ടല്ലോ 30 ലക്ഷം അല്ലേ കിടന്നത്, എടാ അത് 3 കോടിയാക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് സംഗീതത്തെ കുറിച്ച് പറഞ്ഞുതരാണ്. ഞാൻ കേൾക്കും ഏത്, പക്ഷെ ഇത്രയും ലോ ലെവലിൽ എങ്ങനെ ചെയ്യുന്നു പറയണം. കാരണം ഞാൻ ഓൺലി കീബോർഡിലൊക്കെയാണ് ചെയ്തത്. സന്തോഷം അത് ശരിക്കും 100 വയലിൽ വായിക്കുകയാണെങ്കിൽ 100 ആളെ കൊണ്ട് നീ വായിപ്പിച്ച നല്ല കിടുവോ എന്ന് പറഞ്ഞാൽ ചേട്ടനായിട്ട് പൈസ കൂടെ തരണമെന്ന് കൂടെ ഞാൻ പറയുള്ളൂ. ഇപ്പൊ രാജമൗലി സാർ എന്നോട് പറഞ്ഞാണ്, സന്തോഷം നിന്റെ 5 ലക്ഷത്തിന്റെ പടത്തിന് നിനക്ക് ഇപ്പോ ഇത്ര 10 കോടി വ്യൂവേഴ്സ് അല്ലേ ഉള്ളൂ, അത് 100 കോടിയാക്കാൻ ഞാൻ നിനക്ക് നല്ല ഐഡിയ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും. അതിനുള്ള പൈസ കൂടെ ഒരു തരേണ്ടി. കാരണം എനിക്ക് കേൾക്കേണ്ട എന്താണ്, 5 ലക്ഷത്തിന് ഒരു സിനിമ എടുത്തിട്ട് എങ്ങനെ 100 കോടി വ്യൂവേഴ്സ് ഉണ്ടാക്കാം.
അതാണല്ലോ നമുക്ക് കേൾക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ ഒരാളെ വിമർശിക്കുകയാണെങ്കിലും ഞാൻ നോക്കി ഇയാളെ റേഞ്ച് എന്താണ്, ഞാൻ ആ വിഷയത്തിൽ ആ വ്യക്തി പ്രൂവ്ഡ് ആണെങ്കിൽ ഞാനത് കേൾക്കും, തീർച്ചയായിട്ടും കേൾക്കണമല്ലോ. കാരണം തെളിയിപ്പോൾ അതായത് ഒരു 5 ലക്ഷത്തിന് പണമെടുത്ത് എന്നേക്കാൾ വ്യൂവേഴ്സ് ഉണ്ടാക്കി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ കേൾക്കാൻ റെഡിയാണ്. ഇയാൾ ശരിയാവാൻ തെറ്റാവാം, അത് ഒറ്റ വാക്ക് പറയാം. അതാണ് ഇപ്പം മിമിക്രിക്കാരെ ഇത് 5 ലക്ഷത്തിന് പണ്ടത്തെ പരിപാടി കണ്ടോ, മിമിക്രിക്കാർ പറയും 5 ലക്ഷത്തിന് ആർക്കും സിനിമ ചെയ്യും. ഒരു റൗണ്ട് പറഞ്ഞു, 2 റൗണ്ട് പറഞ്ഞു, 3ാമത്തെ റൗണ്ട് പറയും പോലെ നീ ഒരൊറ്റ അച്ഛന് ജനിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ 5 മിനിറ്റിന്റെ ഡോക്യുമെന്റ് എടുക്കും, സിനിമ എടുക്കണ്ട. അപ്പൊ മിമിക്രിക്കാരന്റെ ഡയലോഗ് അല്ല, അത് പിന്നെ എനിക്കിപ്പോ എഡിറ്റ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ഓണാക്കാറില്ല. അല്ല പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ 5 ലക്ഷത്തിന് സിനിമയൊക്കെ എടുക്കാൻ ഗ്രാഫിക്സ് ഞാൻ ചെയ്യും, അത് ചെയ്യും. അല്ല എനിക്ക് തോന്നി, ഈ തോന്നലോട് എന്തൊക്കെ അറിയാറുള്ളത്. സന്തോഷത്തോടെ തോന്നലല്ലോ ചെയ്യുന്നത്, സന്തോഷത്തോടെ പ്രൂവ് ചെയ്യാമോ? ഏത് കാര്യം ഞാൻ പ്രൂവ് ചെയ്യണം, അതുകൊണ്ടല്ലേ ഞങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രൂവ് ചെയ്ത ഒരു വ്യക്തി എന്നെ ഉപദേശിക്കുകയാണെങ്കിൽ ഞാൻ കേൾക്കാൻ റെഡിയാണ്. പ്രൂവ് ചെയ്യാതെ ഈ പട്ടി പൂച്ച നായ മൂലി ഈ നിലവാരമുള്ളവൻ എന്നോട് എങ്ങനെ 5 ലക്ഷത്തിന് മികച്ച സിനിമ എടുക്കാം, എങ്ങനെ 100 കോടി 200 കോടി തീർക്കാൻ പറഞ്ഞാൽ എനിക്ക് മിമിക്രിക്കാരോട് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ ആരും കണ്ടിട്ടുണ്ട്. എന്റെ മുകളിലുള്ള ഒരാൾ എന്നെ വിമർശിച്ചായി കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് പുറത്തിറങ്ങിയ സന്തോഷ് മരിച്ചാൽ സന്തോഷ് ശവം കാണാൻ എത്ര ആൾ വരും, അതിന്റെ മുകളിൽ റീച്ചുള്ള ഏതെങ്കിലും ഒരാൾ സന്തോഷ് വിമർശിച്ചായിട്ട് ചേട്ടൻ ലൈഫ് കണ്ടിട്ടുണ്ടോ? എന്റെ താഴെയുള്ളവരല്ലേ വിമർശിക്കുന്നത്. ഐ ഡോണ്ട് കെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ മുഴുവൻ, എല്ലാ കേരളം മുഴുവൻ. അപ്പോൾ സാറ് ഈ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമാ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സാറ് ഗവൺമെന്റ് ജോലി തന്നെ തുടരുമായിരുന്നോ, അതോ വേറെ എന്തെങ്കിലും ഫീൽഡിലേക്ക് മാറുമായിരുന്നോ? സാധാരണഗതിയിൽ ഞാൻ വിചാരിച്ചത് എനിക്ക് 3 വീടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട് വിറ്റിട്ടാണ് ബാക്കിയുള്ളവർക്ക് ആരാന്റെ വീട് ആരാ കുത്തുവാടിപ്പിച്ചിട്ടാണല്ലോ പലരും വരുന്നത്. ഞാൻ അങ്ങനെയല്ല, സ്വന്തം വീടല്ലേ വിറ്റു. നമ്മളെ കുറച്ചുകൂടെ പോയ പോട്ടെന്ന് വെച്ചു. കാരണം നമ്മൾ ചത്തു പോകുമ്പോൾ 3 വീട് കൊണ്ട് പോലുമല്ലോ. ഞാൻ എപ്പോഴും എന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും അതായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഒരു വീട് വിറ്റു, സിനിമ എടുത്തു. അപ്പൊ ഇനി ഈ സിനിമ എന്നുള്ളത് എനിക്കൊരു പരീക്ഷണമായിരുന്നു. പോയ പോട്ടെന്ന് വെച്ചു. മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോലി രാജിവെച്ച് പോകാമെന്ന് കരുതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചിട്ട് ഇങ്ങനെ വന്നത്. അപ്പൊ ഇനി ഇതല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞല്ല അന്നും തന്നെ ഇന്നും ഞാൻ ചിന്തിക്കുന്ന കാര്യം കുറച്ചും കൂടെ ലോ ബജറ്റ് ഇല്ലേ, ഈ കാറും 2 വീലറും ഒക്കെ ചെറിയ ബജറ്റിലെങ്കിലും ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ് ആണ്, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ ശരിക്കും എന്റെ മൈൻഡിലുള്ള ഒരു സാധനമാണ് അത് ശരിക്കും. പക്ഷെ അതെങ്ങനെ അത് പ്രാക്ടിക്കലാക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ ആ വിഷയം ശരിക്കും പഠിക്കണം. എന്റെ മൈൻഡിൽ ഇന്നും ഉള്ളൊരു സാധനമുണ്ട്. ചൈനക്കിട്ടൊരു പണി കൊടുക്കണം വലിയ ആഗ്രഹമാണ്, നടക്കുന്നില്ല. കാരണം എന്റെ മനസ്സ് പറയുന്നു ഈ സാധനം കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 4 വീലറും 2 വീലറും ശരിക്കും കുറച്ചുകൂടി ലോ ബജറ്റിൽ ചെയ്യാം. ഇത്രയും പൈസ വേണ്ട. പക്ഷെ അത് അത്രയ്ക്കുള്ള ഒരു കൃത്യമായിട്ട് വിവരമില്ലാതെ മാത്രം സംസാരിക്കാൻ ശരിയല്ലോ. പക്ഷെ ഞാനൊരു പരീക്ഷണം നടത്താൻ സാധ്യതയില്ല മാക്സിമം ഇല്ല. പക്ഷെ അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ ആരോരും അറിയാതെ പട്ടി നായ പൂച്ച ഉറുപ്പ് പോലെ മരിക്കേണ്ടതാണ് സാധാരണഗതിയിൽ. അത്രയും സംഭവിക്കാണ്. ആദ്യ സിനിമ പൊട്ടിയാൽ പിന്നെ ആ പരിപാടിയേ ഇല്ല. ആ ഫ്ലോ ഒന്ന് പോകണ്ട. നമസ്കാരം മോളെ, എന്താ പേരെന്താ? ആ പറയൂ. സാറിന്റെ ഒരു ഫാനിൽ നിന്നുണ്ടായ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഒരു സന്ദർഭം എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? മോളെ, സാധാരണ ഫാൻസ് ആയിട്ട് വരുന്ന ആളുകൾ ചിലർ പറയും ഫാൻസ് കൂടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെയൊക്കെ പറയും. 2 രീതിയിൽ വരാം. ചിലർ ആ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ, ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സാർ ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ചോദിച്ചിട്ട് തന്നെ ചെയ്യും. ചില ആളുകൾ അങ്ങനെയൊന്നും ചോദിക്കാതെയും ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ചും ഒക്കെ എടുക്കും. ഞാൻ ഒരു ആഴ്ചയും ട്രെയിനിന് ഒരു തിരുവനന്തപുരത്തേക്ക് പോകാം. അധികം ഞാനിങ്ങനെ KSRTC ബസ്സും ട്രെയിനിലൊക്കെ പോകാം. അപ്പൊ ഒരു എറണാകുളം എക്സ്പ്രസ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയുള്ളൂ. അപ്പൊ അവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ സാർ ഓടിക്കുക, ടിപ്പ് എടുക്കും. അവിടെ ഫസ്റ്റ് ഇല്ല. ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഒരാൾ ഐഡന്റിഫൈ ചെയ്യുകയും ഓടി വന്നിട്ട് സന്തോഷ് സാർ ഞാൻ ഫോട്ടോ എടുക്കല്ലേ. അപ്പൊ ഈ ട്രെയിനിന്റെ മൂവി അപ്പൊ ചേട്ടാ പിന്നെ എടുക്കാം, പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ നിർബന്ധവും എന്നെ പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കും. ഞാൻ ഫോട്ടോ എടുക്കുന്നതാണ്. ഞാൻ പിന്നെ 7 മണിയാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ട്രെയിനിൽ.
കാരണം ഇത് ശരിക്കും ഇതാ ഇങ്ങനെ കപ്പിന് ചുണ്ടിന്റെ ഇടയിൽ പോയതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഒരു അയാൾ പറഞ്ഞത് തെറ്റില്ല, പക്ഷെ ചിലര് നമ്മൾ മനുഷ്യനാണ്, മറ്റുള്ള ഒരു മനുഷ്യനാണെന്നൊരു ചിന്ത ചിലർക്കില്ല. അല്ല, ഭയങ്കര ക്രൗഡുള്ള ഒരു സമയം എനിക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പൊ അതിനോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിൽ നമ്മളൊരു ഷോപ്പിന് ഇനോഗ്രേഷൻ വരിക. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് നാളെ കുറിച്ച് ഓടിയാൽ മതി അവസ്ഥയാണ്, അത്രയും ക്രൗഡായിരുന്നു. അപ്പൊ അവിടുന്ന് പോലീസെല്ലാം പറഞ്ഞു സന്തോഷാലും പോയിട്ട് വേണം, ഇവിടെ വണ്ടിയൊക്കെ ബ്ലോക്കാണ് അത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു സ്ത്രീ എന്റെ ബാഗിൽ ഇങ്ങനെ തോന്നിട്ടോ, ഞാനിങ്ങനെ ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കാം, സാർ സാർ തന്നെ. ഞാനിങ്ങനെ നോക്കി, സാർ ഈ മോനെ വെച്ച വല്ല റോളുണ്ടോ? തീരെ ഒരു കുഞ്ഞു കുട്ടി ഈ സ്ത്രീയുടെ ഒക്കത്തിരിക്കും. ഈ സ്ത്രീനെ പോയിട്ട് പിന്നെ കുട്ടീനെ നോക്കാനുള്ള മാനസികാവസ്ഥ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറയും ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ ഞാൻ പറഞ്ഞു വേണ്ട എന്റെ മെസ്സേജിലേക്ക് ഒന്ന് വിട്ടൂടെ. അപ്പൊ കുറെ എല്ലാവർക്കും സ്നേഹം കൊണ്ടാണ് ആ സ്ത്രീയും ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ കാരണം ഇത്രയും ആയിരങ്ങളുടെ ഇടയിൽ. പക്ഷെ ആ ചോദിച്ച ഒരു ചാൻസ് ഒരാൾ ചോദിക്കുമ്പോ അതിനും ഒരു റിലാക്സിന് ചോദിക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും ചില ആളുകൾ അത്രയും ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നത്. അതേസമയം ചില ആളുകൾ വളരെ സ്നേഹത്തോടെ ഇതാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് സിനിമയിൽ വന്നതിന് ശേഷം 1-2 കൊല്ലം ജോബ് തുടർന്നിരുന്നു. അപ്പൊ ചില ദിവസങ്ങളാണ് പോവാ. അപ്പൊ ഒരു പ്രാവശ്യം ഇതേപോലെ ഓഫീസിൽ എനിക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ബസ്സിലേക്ക് തന്നെ പോവാം. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ അടുത്തുള്ള കോളേജിലെ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ അയ്യോ പണ്ഡിറ്റ് പറഞ്ഞാണ് സാർ സന്തോഷപ്പെട്ടിട്ടല്ലേ വെച്ചു. അപ്പൊ ആ സമയം വരെ ഞാൻ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ആ സ്റ്റോപ്പിലെ ആളുകൾക്ക് അറിയില്ലായിരുന്നു ഈ സന്തോഷപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലൊക്കെ 5 മണി പറഞ്ഞാൽ ഫുൾ ക്രൗഡ് എനിക്ക് എല്ലാവരും ഇവിടെ തിരിച്ചു കയറുന്നല്ലേ. ഞാൻ അവിടെ ഏതോ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതല്ലാണ്ട് കൃത്യമായിട്ട് ആളുകൾക്ക് അറിയില്ല, അല്ലെ ഏതോ ഓഫീസിൽ ഇയാൾ എന്നാ വരുന്നത് പോകുന്നത് അറിയില്ലായിരുന്നു. അപ്പൊ ഈ കുട്ടിയോട് വേണമെങ്കിൽ നോ പറയാം, ഞാൻ വിചാരിച്ച രാത്രി ഐഡന്റിഫൈ ചെയ്തതല്ലേ, ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടും ഐഡന്റിഫൈ. ഇപ്പൊ മാസ്ക് ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്, പക്ഷെ ഞാൻ വലിയ സമാധാനമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി മോളെ എന്ന് പറഞ്ഞ് ഇതെടുത്തു, ജസ്റ്റ് ഫോട്ടോ എടുത്തു. അപ്പൊ ഓരോരുത്തർ ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ വരും, ചില കുട്ടികൾ അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാനും ഇവിടെ കാണുന്നത് അവിടെ എപ്പോഴും ഫോട്ടോ ഒക്കെ രസം കിട്ടണമെങ്കിൽ എല്ലാവരും ഒരേ ഹൈറ്റ് വേണമല്ലോ. എടുത്തു പോയി എന്നാ ശരി എന്ന് പറഞ്ഞു പോയി. പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷം ഒരാളെന്നോട് പറഞ്ഞു, വേറെ ആളെ പരിചയപ്പെടുമ്പോൾ അയാൾ പറയാം, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു ഇങ്ങനെ പെങ്ങളെ മോളെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് എത്ര പേരെ എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞ ആ കുട്ടി നിങ്ങളെ കുറിച്ച് പറഞ്ഞു, സന്തോഷേട്ടൻ സ്വയം താന്നിട്ട് ആ ഫോട്ടോ എടുത്തത് ആ രസം കിട്ടിയത് നല്ല രസമുണ്ടല്ലോ ഫോട്ടോ എന്ന് ചോദിച്ചോ പറഞ്ഞ സന്തോഷേട്ടൻ തന്നെ എടുത്ത് തന്നെ അങ്ങേരൊന്ന് താന്നിട്ടാണ് എടുത്ത്. പക്ഷെ ആ ഒരൊറ്റ ഫോട്ടോ ശരിക്കും അന്ന് എനിക്ക് പണി കിട്ടി, ബാക്കിയുള്ള എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കേണ്ടി വന്നു. ബസ്സും പോയി, അപ്പൊ ബസ്സും ഇങ്ങനെ നിർത്തും, പിന്നെ ആളാവും. പക്ഷെ എന്നാലും നമ്മളെ കുറിച്ച് ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ എടുത്ത ഫോട്ടോ മതി എന്ന് കരുതിയ. പക്ഷെ അയാൾ ആ ഉള്ള ഫോട്ടോ നന്നായിക്കോട്ടെ ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ അത് വൃത്തിക്കായി എടുത്തതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുപോലെ കുറെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഇതൊക്കെയാണ്. അതെന്ന് വരും. അതുപോലുള്ള മുഖ്യധാര സിനിമയിൽ താങ്കൾ അഭിനയിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം താങ്കൾ 2017 മറ്റേ ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ, മാസ്റ്റർ പീസ്. ഇനിയും അതുപോലെ മുഖ്യധാര സിനിമയിൽ എന്ന് വരും, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ശരിയായിട്ട് മാസ്റ്റർ പീസ് സിനിമയും അതേപോലെ വിനീത് ശ്രീനിവാസനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമക്കാരൻ, 2 സിനിമയാണ് ഞാൻ എന്റേതല്ലാതെ ചെയ്തിരിക്കുന്ന 2 സിനിമയാണ്. ഇനിയും നല്ല അവസരങ്ങൾ കിട്ടിയാൽ ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു അത്രയും കൃത്യമായിട്ടുള്ള വർക്കുകൾ കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന കുറെ വർക്കുകൾ കുറച്ച് പുതിയ ആളുകളുടെ വർക്കിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഒരു സംവിധായകൻ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ സിനിമ പുറത്തിറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അല്ല, സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു സിനിമ എടുത്തോണ്ട് കാര്യമില്ല, പുറത്തിറക്കാനൊരു കഴിവാണല്ലോ. എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യാറില്ല പലർക്കും. അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് പുതിയ ആളുകളുടെ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇഷ്ടം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും ലാലേട്ടനെ കൂടി ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുവരെ നടന്നിട്ടില്ല. നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വിളിക്കണമെന്നുണ്ടെങ്കിൽ 10 വർഷത്തിനിടയിലൊക്കെ എല്ലാവർക്കും വിളിക്കണമെന്നാണല്ലോ. അതേതല്ല, എനിക്ക് എല്ലാവരും കൂടി മെയിൻ സ്ട്രീമിൽ നമ്മൾ നായകനല്ല ഒരു സഹനടനായിട്ടൊക്കെ അവരെ എല്ലാവരെയും ഒന്ന് കാണാലോ എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹമുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള പ്രൊജക്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല. അതാണ് പ്രശ്നം.
മക്കളെ ആ ബെല്ലൂടെ നടത്തിട്ട് വേണേ പോവാൻ.